Hi everyone, welcome back. Welcome to your first class in British Romantic Literature. അപ്പം നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു റൊമാൻറ്റിക് ഇറ എന്താണ്, എങ്ങനെയാണ് അത് ഇൻട്രൊഡ്യൂസ് ആയത്, അതിലെ ഫേമസ് റൈറ്റേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മളൊരു ബേസ് ലെവലിൽ അറിഞ്ഞിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് മച്ച് ഫർദർ ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് ബിഗിൻ. റൊമാൻസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? നമ്മളുടെ ആ ഒരു ഹാർട്ട്, ആ ഒരു ഇമോഷൻ, നായകൻ, നായിക, എതിർക്കുന്ന വില്ലൻ, ഇതൊക്കെയാണ് അല്ലെ. റൊമാൻറ്റിക് ഇറ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, ബട്ട് ദർ ആർ മെനി ഡിഫറൻസസ്. ഇതിന്റെ ഒരു ബേസ് വെച്ചിട്ടാണ് നമുക്ക് റൊമാൻറ്റിസിസം എന്നുള്ള ആ ഒരു ഇറ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത് നമ്മുടെ റൊമാൻസിന്റെ കുറേ ഒരു ഇന്നത്തെ നമ്മളുടെ റൊമാൻസിന്റെ കുറേയൊക്കെ ഒരു സാമ്യം ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് ദർ ഇസ് മച്ച് ഡീപ്പർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് കണക്റ്റഡ് ടു ദാറ്റ് ഇറ എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന പോലെ ഈ മരം ചുറ്റി പ്രേമോ അല്ലെങ്കിൽ ഹൃദയം അല്ലെങ്കിൽ വില്ലനെ എതിർക്കുന്ന അങ്ങനത്തെ ഒന്നുമല്ല. ബട്ട് ഇമോഷൻ അല്ലെങ്കിൽ സിംബോളിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നേച്ചറായിട്ട് റിലേറ്റഡ് അങ്ങനത്തെ ഒരു ഡീപ്പർ ആ ഒരു നമ്മൾ ഇന്നത്തെ റൊമാൻസ് എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മൾ കാണാറില്ലേ, അതിന്റെ ഒരു ഡീപ്പർ ലെവലാണ് അന്നത്തെ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മുടെ റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, റൊമാൻറ്റിസിസം എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, കുറച്ച് ഏർലി റൊമാൻറ്റിക് പോയറ്റ്, അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോബർട്ട് ബേൺ, വില്യം ബ്ലേക്ക്, വില്യം വേർഡ്സ്വർത്ത്, എസ്.ടി. കോൾറിഡ്ജ് ആൻഡ് സെക്കൻഡ് ജനറേഷൻ റൊമാൻറ്റിക് പോയറ്റ്സിനെ പറ്റി നോക്കും. സോ റൊമാൻറ്റിക് മൂവ്മെന്റിനെ പറ്റിയും ആ കാലത്തിലുള്ള ബ്രിട്ടനെ പറ്റിയും നമുക്ക് എന്താണ് അറിയുന്നത്? റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് 1798 മുതൽ 1832 ഏകദേശം ആ ഒരു സമയത്താണ് ഉണ്ടായത്. 1798 ഏറ്റവും ആദ്യം ഉണ്ടായ, അതായത് നമുക്ക് നോട്ടബിൾ ആയിട്ട് റൊമാൻറ്റിക് ഏജ് ഈ വർഷമാണ് തുടങ്ങിയത് എന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ് പബ്ലിഷ്ഡ് ലിറിക്കൽ ബാലഡ്സ്. ലിറിക്കൽ ബാലഡ്സ് എന്നുള്ള വർക്ക് വേർഡ്സ്വർത്തും കോൾറിഡ്ജും പബ്ലിഷ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ 1798 റൊമാൻറ്റിക് ഏജിന്റെ തുടക്കമാണെന്ന് പറയുന്നത്. ബിക്കോസ് ഈ ഒരു ലിറിക്കൽ ബാലഡ്സ് ആണ് അത്രയും കാലം എഴുതി വന്ന വർക്ക്സിൽ നിന്ന് കുറച്ച് ഡിഫറൻസ് ആയിട്ട് ഇമാജിനേഷനും അതേപോലെ തന്നെ സൂപ്പർ നാച്ചുറലിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വന്നത്. ഞാൻ പറഞ്ഞിരുന്നു നിയോ ക്ലാസിക്കൽസ് അത്രയും കാലം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് എഴുതിയിരുന്ന ആൾക്കാരാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഈ ലിറിക്കൽ ബാലഡ്സ് ആണ് ഉണ്ടായത്. അതേപോലെ തന്നെ അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഇൻഫ്ലുവൻസും ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റിൽ വളരെയധികം ഉണ്ട്. ഇപ്പൊ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ഹൈറാർക്കീസ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഫിയേഴ്സിലേക്ക് ആ ഒരു ഹൈറാർക്കി ലെവൽ എടുത്തു കളഞ്ഞു. അതായത് ഇപ്പം ലാൻഡ് ലോർഡ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഭൂമിക്കൊരു മുതലാളി, അതിന്റെ താഴേക്കുള്ള വർക്ക്, അങ്ങനത്തെ ഒരു ഹൈറാർക്കിക്കൽ ലെവലുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു സ്ലേവ് മാസ്റ്റർ എന്നുള്ള അതൊക്കെ എടുത്തു മാറ്റി. രണ്ടാമത്തത് എന്താണ്? ലിബർട്ടി, ഇക്വാലിറ്റി, ബ്രദർഹുഡ് അല്ലെങ്കിൽ ഫ്രറ്റേണിറ്റി, ഇങ്ങനത്തെ വാക്കുകൾക്കൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐഡിയാസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരവസ്ഥ വന്നു. അതിന്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ടും ഈ റൊമാൻറ്റിക് ലിറ്ററേച്ചറിൽ ഉണ്ട്. അതേപോലെ തന്നെ മൊണാർക്കി, കിങ് റൂളിന് ഒരു എൻഡ് ഉണ്ടായി. ആൻഡ് അറ്റ് ദ സെയിം ടൈം മിഡിൽ ക്ലാസ് എന്നൊരു സെക്ഷൻ വന്നു. ആ സെക്ഷന് വോട്ടിംഗ് റൈറ്റ്സും വന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്തുള്ള ബ്രിട്ടനെയും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ മേജർ ചേഞ്ച് എന്താ ഉണ്ടായത്? ഇംഗ്ലണ്ട് ആദ്യം ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റി ആയിരുന്നു. അതായത് ലാൻഡ് ഓണേഴ്സിലൂടെ അല്ലെങ്കിൽ ലാൻഡ് കൾട്ടിവേഷനിലൂടെയാണ് അവർ കൂടുതലും പൈസ ഉണ്ടാക്കിയിരുന്നത്. അതിൽ നിന്നും ഇംഗ്ലണ്ട് ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് മാറി. ഈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് മാറിയതിനു ശേഷം അവിടെ ഒരു പവർ ട്രാൻസ്ഫറും വന്നു. അതായത് അത്രയും കാലം വരെ സ്ഥലം ഓൺ ചെയ്ത ആൾക്കാർ, ഫാമിംഗ് നടത്തിയ ആൾക്കാരായിരുന്നു പണക്കാരെന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു അഗ്രികൾച്ചറൽ സൊസൈറ്റി ആയതിനു ശേഷം ഇൻഡസ്ട്രീസ് നടത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ വർക്കേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ആയി പൈസയുള്ള ആൾക്കാർ. അപ്പോൾ ആ ഒരു അഗ്രികൾച്ചറൽ പൈസയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ ആ ഒരു പണം എന്നുള്ള രീതിയിലേക്ക് ഇംഗ്ലണ്ട് മാറി. അങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ അവരുടെ എക്കണോമിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത്? ഫസ്റ്റ് വൺ ഇസ് മാനുഫാക്ചറിംഗ് ക്ലാസ് ബിക്കേം മോർ പവർഫുൾ ദാൻ ദ അഗ്രികൾച്ചറൽ ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു അഗ്രികൾച്ചർ എന്നൊരു കോൺസെപ്റ്റിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയി വന്നു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റീം എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ജെയിംസ് വാട്ട് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ട്രാവൽ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ വളരെ നന്നായിട്ട് നടന്നിരുന്നു. ദെൻ പീപ്പിൾ വർ ഡിവൈഡഡ് ടു റിച്ച് ആൻഡ് പുവർ.
ഏതൊരു സൊസൈറ്റിയിലും എഗ്രികൾച്ചറിൽ നിന്ന് മാറി, അല്ലെങ്കിൽ എഗ്രികൾച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിക്കോട്ടെ, ഇപ്പൊ നമ്മളുടെ സൊസൈറ്റി എടുത്ത് നോക്കിയാലും ആ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ട് അല്ലെ. റിച്ച് കൂടുതൽ റിച്ച് ആവാണ്, പുവർ കൂടുതൽ പുവർ ആവാണ് എന്നുള്ളത്. അതേപോലെ തന്നെ വന്ന വേറൊരു വ്യത്യാസം എജിറ്റേഷൻസ് ആൻഡ് റൈറ്റ്സ് ബൈ ദ വർക്കിംഗ് ക്ലാസ് ആണ്. അതായത് ഞാൻ പറഞ്ഞു ഒരു മിഡിൽ ക്ലാസ് വന്നു. ആ മിഡിൽ ക്ലാസ്സിൽ വർക്കിംഗ് ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ വർക്കിംഗ് ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻഫ്ലുവൻസ് കാരണം അവർക്കും വേണം റൈറ്റ്സ്, അവർക്കും ഫ്രീഡം വേണം, അവർക്കും ഈക്വൽ റൈറ്റ്സ് ഉണ്ട് എന്നുള്ളൊരു ബോധം വന്നതോടെ കുറെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നമല്ല, നമ്മളിപ്പോ സമരങ്ങളൊക്കെ ഇല്ലേ, അതേപോലത്തെ കാര്യങ്ങൾ കുറെ ഇൻട്രൊഡ്യൂസ് ആയി. ഇതേ കാലഘട്ടത്തിലാണ്, അതായത് 1768 to 71, ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഗ്ലോബ് മൊത്തം കറങ്ങിക്കണ്ടു. ആൻഡ് ഹി ഡിസ്കവേർഡ് ഓസ്ട്രേലിയ ആൻഡ് ദ സാൻഡ്വിച്ച് ഐലൻഡ്സ്. സോ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ട്രേഡ് എന്നുള്ള ഒരു കാര്യം വേറെ കൺട്രിയിലേക്കും അല്ലെങ്കിൽ ന്യൂ പ്ലേസസിലേക്കും എത്തിപ്പെട്ടു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇതിലുണ്ടായത്. അപ്പൊ പുതിയ സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കലും ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ട്രേഡ് നടത്താം എന്നുള്ളൊരു മനസ്സിലാക്കലും കൂടി ഉണ്ടായി ഈ ഒരു കാര്യം കൊണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള റൈറ്റേഴ്സ്, അതായത് നമ്മൾ ഇന്ന് റൊമാൻറ്റിക് റൈറ്റേഴ്സ് എന്ന് വിളിക്കുന്ന ആൾക്കാർ ഈ കാര്യങ്ങളിൽ കൂടിയാണ് കടന്നുപോയത്. അപ്പൊ ഇങ്ങനത്തെ എക്കോണമി, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സീൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സീൻ ഉള്ള സമയത്താണ് ഈ റൈറ്റേഴ്സ് ഒക്കെ ജീവിച്ചു വന്നത്. അപ്പൊ അവരുടെ പ്ലേസിലും അല്ലെങ്കിൽ അവരുടെ വർക്ക്സിലും നമുക്ക് ഈ ഒരു സിസ്റ്റം കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്ലുവൻസ്, ഇത്രയും പറഞ്ഞതിന്റെ എല്ലാത്തിന്റെയും ഇൻഫ്ലുവൻസ് നമ്മൾക്ക് അവരുടെ വർക്കിൽ കാണാൻ പറ്റും. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദ വേർഡ് റൊമാൻറ്റിക്. നൗ യൂറോപ്പില് 3 ലാംഗ്വേജ് ആണ് പ്രൈമറി ആയിട്ട് ഉണ്ടായിരുന്നത്. ലിംഗ്വ ലറ്റീന, ലിംഗ്വ ബാർബറ ആൻഡ് ലിംഗ്വ റൊമാനോ റൂസ്റ്റിക്ക. ഈ റൊമാനോ റൂസ്റ്റിക്ക എന്നുള്ള വാക്കിൽ നിന്നാണ് റൊമാൻറ്റിക് എന്നുള്ള വാക്ക് ഉണ്ടായത്. അതിൽ നിന്നാണ് റൊമാൻറ്റിസിസം എന്നുള്ള വാക്ക് ഉണ്ടായത്. ബട്ട് ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? റൊമാൻറ്റിസിസം ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുക? Romanticism was a movement in the arts and literature that originated in the late 18th century. അത് നമുക്കറിയാം. Emphasizing inspiration, subjectivity and the primacy of the individual. അതായത് ഇമാജിനേഷൻ, ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി, ഇമോഷൻസ് ആയിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ട് നേച്ചർ, ഇൻഡിവിജ്വൽ, സെൽഫ് എന്നുള്ള കോൺസെപ്റ്റ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 18th സെഞ്ചുറിന്റെ അവസാനമായപ്പോഴേക്കും ലിറ്ററേച്ചറിലും ആർട്സിലും വന്ന ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ റൊമാൻറ്റിസിസം എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഗ്ലോറിഫിക്കേഷൻ ഓഫ് നേച്ചർ ആണ്. നേച്ചറിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സ്. ദെൻ ദെയർ വാസ് ആക്സെപ്റ്റൻസ് ആൻഡ് അവയർനെസ് ഓഫ് ഇമോഷൻസ്. അത്രയും കാലം വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടായിരുന്നു എഴുതിയിരുന്നത്. അത് കഴിഞ്ഞ് റൊമാൻറ്റിക് റൈറ്റേഴ്സ് വന്നതിന് ശേഷം ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതാൻ തുടങ്ങി. ദെൻ ദെയർ വാസ് എ സെലിബ്രേഷൻ ഓഫ് ആർട്ടിസ്റ്റിക് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇമാജിനേഷൻ. അതായത് ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ഉണ്ടായി. കാഴ്ചയിലുള്ള ഭംഗിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഈസ്തറ്റിക് ബ്യൂട്ടി എന്ന് നമ്മൾ പറയും. അതായത് കാണുമ്പോൾ നമുക്ക് വളരെയധികം ഭംഗി തോന്നുന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. ദെൻ ദെയർ വാസ് എ തീം ഓഫ് സോളിറ്റ്യൂഡ്. അതായത് ലോൺലി ആയിട്ടുള്ള, ഒറ്റയ്ക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരുന്നു. ഹിസ്റ്ററി ഓർ പാസ്റ്റ്, അന്നത്തെ കാലത്തിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ റീകലക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളൊരു തീം നമുക്ക് ജനറലി ഈ റൊമാൻറ്റിക് റൈറ്റേഴ്സിന്റെ വർക്ക്സിൽ കാണാൻ പറ്റും. ദെൻ ദെയർ ഇസ് സ്പിരിച്വൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ്. സ്പെഷ്യലി നമ്മൾ കോൾറിഡ്ജിന്റെ വർക്ക്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൂപ്പർ നാച്ചുറൽ എലിമെന്റ്സ് ലിറിക്കൽ ബാലൻസിൽ തന്നെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ദെൻ ദെയർ ഇസ് വിവിഡ് സെൻസറി ഡിസ്ക്രിപ്ഷൻസ്. അതായത് നമ്മൾ പറയില്ലേ, വാക്കുകൾ കൊണ്ട് നമ്മൾ പിക്ചേഴ്സ് വർണ്ണിക്കുക അല്ലെങ്കിൽ കണ്ടതിനെ വർണ്ണിക്കുക, വേർഡ്സ് കൊണ്ട് നമ്മൾ പിക്ചർ പെയിന്റ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിസ്റ്റം റൊമാൻറ്റിക് റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നു. യൂസ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ ഓൾസോ വാസ് എ തിങ്. അതായത് പേഴ്സോണിഫിക്കേഷൻ എന്താണ്? ഹ്യൂമൻ ക്വാളിറ്റീസ് നേച്ചറിലുള്ള സാധനങ്ങൾക്ക് കൊടുക്കുക. ആനിമൽസ് ആയിക്കോട്ടെ, തിങ്സ് ആയിക്കോട്ടെ, അതിന് ഹ്യൂമൻ ഇമോഷൻസ് ആൻഡ് ക്വാളിറ്റീസ് കൊടുക്കുന്നതിനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നേച്ചറിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിന് ഇമോഷൻസ് ഉള്ള രീതിയിൽ പോർട്രേ ചെയ്യാനും അവരെന്തായാലും ഒരു ഇതും കാണിക്കില്ല. അതുകൊണ്ട് തന്നെ പേഴ്സോണിഫിക്കേഷൻ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഫോക്കസ് ഓൺ സെൽഫ് ആൻഡ് ഓട്ടോബയോഗ്രഫി. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു പ്രൈമസി ടു ഇൻഡിവിജ്വലിസം കൊടുത്തിരുന്നു റൊമാൻറ്റിസത്തിൽ നിന്ന്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഡിവിജ്വലിനെ, സെൽഫിനെ ആദ്യം കാണുന്ന ഒരു രീതി. സെൽഫിഷ്നെസ് അല്ല പറയുന്നത്, പക്ഷെ ഞാനും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ, എൻ്റെ ഇമോഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിലുള്ള റൈറ്റിംഗ്സും നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാം. ഇതൊക്കെയാണ് റൊമാൻറ്റിക് ഇറയിലെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ വർക്ക്സ് കുറച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ ജനറലി അതിൽ കാണാൻ പറ്റുന്നുണ്ട്. Now let us look at the most important people of those era, the writers.
നമ്മൾക്ക് ആദ്യം ഏർലി റൊമാൻറ്റിക് പോയിറ്റ്സും അവരെ പറ്റി ഒന്നോ രണ്ടോ പോയിന്റ്സ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ദ ഫസ്റ്റ് വൺ ഇസ് ജെയിംസ് തോംസൺ. ജെയിംസ് തോംസണിന് നേച്ചറിൽ വളരെയധികം ഡീപ്പ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹി വാസ് കോൾഡ് എ പോയിറ്റ് ഓഫ് പിക്ടോറിയൽ ലാൻഡ്സ്കേപ്പ്. അതായത് അദ്ദേഹത്തിന്റെ പോയംസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലാൻഡ്സ്കേപ്പിനെ അദ്ദേഹം വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹി സ്പീക്സ് ഓഫ് ദ ഇന്ററാക്ഷൻസ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. പോയംസ് എടുത്ത് നോക്കുന്ന സമയത്ത് മനുഷ്യനും നേച്ചറും ആയിട്ടുള്ള കണക്ഷനെ പറ്റി ഒരുപാട് പറയുന്നുണ്ട്. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക് ഇസ് ദ സീസൺസ്, 1730 എഴുതിയ സീസൺസ്. Then we move on to Mark Akenside. മാർക്ക് ഇക്കൻസൈഡ് എന്ന് പറയുന്നത് നമുക്ക് വേർഡ്സ്വർത്തിന്റെ ഫോർറണ്ണർ ആണെന്ന് പറയാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? വേർഡ്സ്വർത്ത് എഴുതിയ പോയം ഏകദേശം അദ്ദേഹത്തിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. കോപ്പി അടിച്ചു എന്നല്ല പറയുന്നത്, ബട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് അവർ എഴുതുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഫോർറണ്ണർ ആണെന്ന് പറയാം. ഹി അറ്റംപ്റ്റഡ് ടു റിവൈവ് ദ ഗ്രീക്ക് ഫോം ഓഫ് ദ ലിറിക്. ലിറിക് പോലത്തെ പോയിംസിന്റെ ഗ്രീക്ക് ഫോംസ് റിവൈവ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ്. അപ്പം ആ നിയോ ക്ലാസിക്കൽ എഫക്റ്റും അവിടെ ഉണ്ട്. കണ്ടില്ലേ, നിയോ ക്ലാസിക്സ് ആൾക്കാർ എന്താ ചെയ്തത്? ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ നിയോ ക്ലാസിസത്തിന്റെ കുറച്ചുണ്ട്, കാരണം ഏർലി റൊമാൻറ്റിക് പോയറ്റ്സ് ആണ്. അപ്പൊ ആ ഒരു ട്രാൻസിഷന്റെ സമയത്ത് ഉണ്ടായ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീക്കിനെ കോപ്പി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അവിടെ. ഹിസ് വർക്ക്, ഫേമസ് വർക്ക് ഇസ് ദ പ്ലഷർ ഓഫ് ഇമാജിനേഷൻ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് റൈറ്റർ ഇസ് ജോസഫ് വാർട്ടൺ. ജോസഫ് വാർട്ടൺ ഒരു ലവ് ഓഫ് ആന്റീക്ക് ഉണ്ടായിരുന്നു. ഈ ലവ് ഓഫ് ആന്റീക്ക് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ റൊമാൻറ്റിക് ലിറ്ററേച്ചർ പറയുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു there was this love for the past എന്നുള്ളത്. അപ്പൊ ആ ഒരു ലവ് ഫോർ ദ ആന്റീക്ക് അല്ലെങ്കിൽ ലവ് ഫോർ ദ പാസ്റ്റ് ജോസഫ് വാർട്ടന്റെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും. He also wrote about the idyllic innocence of the new world. അതായത് ആ ഒരു ഇന്നസെൻസ് എന്താണെന്ന് അറിയാത്ത, മുന്നിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ ഈ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ എന്താണ്, അല്ലെങ്കിൽ ലോകം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാത്ത ആ ഒരു ഇന്നസെൻസിനെ പറ്റിയിട്ടും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നോബൽ സാവേജ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ ആ ഒരു സുപ്പീരിയോറിറ്റീനെ പറ്റിയിട്ടും അതുണ്ടാക്കുന്ന ദോഷങ്ങളെ പറ്റിയിട്ടും അതേപോലെ തന്നെ നേച്ചറും മാനും ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടും ജോസഫ് വാർട്ടൺ സ്ഥിരം എഴുതുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ദ എന്തൂസിയാസ്റ്റ് ആണ്. Then we look at William Collins. William Collins എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ റൊമാൻറ്റിക് പോയറ്റ്സിനും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ പോയട്രീന്റെ കുറെ ഇൻഫ്ലുവൻസ് നമുക്ക് റൊമാൻറ്റിക് റൈറ്റേഴ്സിൽ കാണാൻ പറ്റും. He believes that landscape evokes ideas and emotions. ഞാൻ പറഞ്ഞിരുന്നു അവർ നേച്ചർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് നമ്മൾ നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ അതിൽ നമുക്ക് ഇമോഷൻസും ഐഡിയാസും ഉണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ പോയം വായിക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നേച്ചർ മാത്രമല്ല, സ്പെഷ്യലി ഈ ട്വൈലൈറ്റ്, ആ ഒരു രാത്രി സമയത്തുള്ള ചെറിയ മൂണിന്റെ വെളിച്ചമൊക്കെ ആയിട്ടുള്ള ആ സമയത്തുള്ള നേച്ചറിനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം എല്ലാ റൊമാൻറ്റിക് റൈറ്റേഴ്സിനും പോലെ തന്നെ പാസ്റ്റിനോട് വളരെയധികം ഒരു ലവ് ഉണ്ടായിരുന്നു. ഹി യൂസ്ഡ് സൂപ്പർസ്റ്റിഷൻസ്, നമ്മൾ പറഞ്ഞിരുന്നു സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ സ്പിരിച്വൽ എലിമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പം വില്യം കോളിൻസ് വർ നോ ഡിഫറെന്റ്. ഹി ഓൾസോ യൂസ്ഡ് സൂപ്പർ നാച്ചുറൽ മിത്സ് ആൻഡ് എലിമെന്റ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്, ലെജൻഡ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പോയത്തിൽ കാണാം. One of his most important work is Ode to Evening. Another writer is Thomas Gray. തോമസ് ഗ്രേനെ നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്. തോമസ് ഗ്രേന് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക് ആയിട്ടുള്ള എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ് എന്നുള്ള വർക്കിലൂടെ നമുക്ക് അറിയലുണ്ടാവും. നമ്മൾ ഈ വർക്ക് മുന്നേ കേട്ടിട്ടുണ്ടാവും. നമ്മൾ അദ്ദേഹത്തിനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹി ഈസ് വെരി മച്ച് ഇൻസ്പയർഡ് ബൈ നേച്ചർ ലൈക്ക് റൊമാൻറ്റിക് പോയറ്റ്സ്. അറ്റ് ദ സെയിം ടൈം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു പാസ്റ്ററൽ ലൈഫിനോടുള്ള സ്നേഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ മലകൾ, കുന്നുകള്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ പച്ചപ്പും ഹരിതാപവും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന പോലെ ആ ഒരു കോൺസെപ്റ്റിനോട് വളരെയധികം സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണ് തോമസ് ഗ്രേ. And like all romantic poets, he also was in love with nature and scenic beauty. Then we move on to William Cooper. വില്യം കൂപ്പറിന്റെ ഒരു റൊമാൻറ്റിസിസത്തിന്റെ തൊട്ട് മുന്നേയുള്ള ഒരു പ്രീകസർ ആണെന്ന് നമുക്ക് പറയാം. For him, love of nature and religious worships are related. അതായത് നമ്മൾ നേച്ചറിനെ വർഷിപ്പ് ചെയ്യുന്നതും നമ്മൾ ദൈവത്തിനെ വർഷിപ്പ് ചെയ്യുന്നതും ഏകദേശം ഒരേപോലെയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. He believed that contemplation in the midst of nature will bestow wisdom. അതായത് നേച്ചറിന്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ ഇപ്പൊ നേരത്തെ വേറെ ഒരു റൈറ്ററിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നേച്ചർ അല്ലെങ്കിൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ഇവോക്ക് ചെയ്യും എന്നുള്ളത്.
അതേപോലെ തന്നെ ഹി ഓൾസോ ബിലീവ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 2 മിനിറ്റ് നേച്ചറിൽ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും, അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഹി ഓൾസോ വാസ് ലൈക്ക് തോമസ് ഗ്രേ ഹു പ്രിഫേർഡ് കൺട്രി സൈഡ്, അല്ലെ, ആ ഒരു വില്ലേജ് ആയിട്ടുള്ള കുന്നുമലയൊക്കെ ഉള്ള സ്ഥലങ്ങൾ പ്രിഫർ ചെയ്തിരുന്ന ഒരു റൈറ്റർ ആയിരുന്നു. ഹിസ് ഫേമസ് വർക്ക് ഇസ് ദ ടാസ്ക്. Now we move on to the very most important writers in romantic literature. The first one is Robert Burns. Now, Robert Burns എന്ന് പറയുന്നത് പോയറ്റ്സ് ഓഫ് സ്കോട്ട്സ് എന്നായിരുന്നു അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. ഹി വാസ് എ സിമ്പിൾ ഓഫ് ദിയർ നാഷണൽ സ്പിരിറ്റ്, അതായത് സ്കോട്ട്ലൻഡിന്റെ പോയറ്റ് എന്ന് വിളിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ദേശത്തിനോടുള്ള സ്നേഹത്തിന്റെ സിമ്പിൾ ആയിട്ടായിരുന്നു നമുക്ക് റോബർട്ട് ബേൺസിനെ കണ്ടിരുന്നത്. He was very much attracted by nature, like all the romantic poets. He steeped in deep into Scotland. He steeped deep into Scottish folklore. ഫോക്ലോറിനെ പറ്റി നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈസോപ്പ് കഥകൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ, ഫേബിൾസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഈ മനുഷ്യനും മൃഗങ്ങൾക്കും ഒക്കെ ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടാവും, അവർ സംസാരിക്കും. അപ്പൊ നാട്ടിൽ നമ്മളുടെ ഗ്രാൻഡ് മാസ് ഒക്കെ പറഞ്ഞു കേട്ട കഥയായിരിക്കും rather than നമ്മൾ വായിച്ചു കേൾക്കുന്ന കഥനെക്കാട്ടും. അപ്പൊ അങ്ങനത്തെ ലെജൻഡ്സ് ഒക്കെ വെച്ചിട്ട് എഴുതിയിരുന്ന ഒരാളായിരുന്നു. ആൻഡ് ഹി ബിലീവ്ഡ് ദാറ്റ് ഇമോഷൻ വാസ് എ ബെറ്റർ ഗൈഡ് ദാൻ റീസൺ. നമ്മൾ ലോജിക്കലി ചിന്തിക്കുന്നതിനെക്കാട്ടും നമ്മൾ ഇമോഷണലി ചിന്തിക്കുന്നതാണ് നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് റോബർട്ട് ബേൺസ്. Now, his poetry was strongly influenced by folk poetry, അല്ലെ. ആ folk poetryയിൽ ജനറലി വന്ന തീംസ് എന്ന് പറയുന്നത് ഡെത്ത്, ബർത്ത്, യൂത്ത്, ഓൾഡ് ഏജ്, ലവ്, ഗ്രീഫ് എന്നുള്ളതൊക്കെയായിരുന്നു. അതേപോലെ തന്നെ സീസണൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഹാർവസ്റ്റിംഗ്, മെയ് ഡാൻസ്, അല്ലെങ്കിൽ സീസണൽ ചേഞ്ചസ് ലൈക്ക് സ്നോഫോൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പോയിട്രിയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഫോക്ക് പോയിട്രി ഉപയോഗിക്കുന്ന സമയത്ത് ജനറലി കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഡിബേറ്റ്, സീരീസ് ഓഫ് റിഡിൽസ്, ടെസ്റ്റ്, ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പോയിട്രി ആയിരിക്കും. അതിൽ തന്നെ ഈ ആനിമൽസിനും ബേർഡ്സിനും ഒക്കെ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിട്ട് അവർ സംസാരിക്കുന്ന രീതിയിലും ആയിരിക്കും. ഇങ്ങനത്തെ പോയിട്രീസ് ആയിരുന്നു റോബർട്ട് ബേണിന്റെ പോയിട്രി. വേറൊരു കാര്യം നമ്മൾ അദ്ദേഹത്തിന്റെ വർക്കിൽ ശ്രദ്ധിക്കുന്നത് നമ്പർ 3 ഹാസ് എ ലോട്ട് ഓഫ് സിഗ്നിഫിക്കൻസ് എന്നുള്ളതാണ്. 3 എന്നുള്ള നമ്പർ നമുക്ക് കുറെ റിപ്പീറ്റഡ്ലി കാണാൻ പറ്റും. ബട്ട് ഹിസ് വൊക്കാബുലറി വാസ് വെരി സിമ്പിൾ. അപ്പൊ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള പോയിട്രീസ് ആയിരുന്നു. റൈം നോക്കുകയാണെങ്കിൽ വളരെ റിജിഡ് ആയിട്ടുള്ള റൈം ആയിരുന്നില്ല. കാരണം റൈം ന്യൂ ക്ലാസിക്കൽ ഏജിൽ ഞാൻ പറഞ്ഞിരുന്നു അവർ റൂൾസ് വളരെയധികം ഫോളോ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ റൈമിൽ ഭയങ്കര ഇമ്പോർട്ടൻസ്, ഭയങ്കര റിജിഡ് ആയിട്ട് ആ റൈം എന്തായാലും വേണം എന്നുള്ള രീതിയിലായിരുന്നു. ബട്ട് റൈമിനൊന്നും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. എസൊണൻസ്, ഇലിട്രേഷൻ ആൻഡ് ഇന്റേണൽ റൈം ആർ കോമൺ ഇൻ ദിസ് പോയിട്രി. ഈ എസൊണൻസ്, ഇലിട്രേഷൻ ഒക്കെ ഇങ്ങനത്തെ ഈ ഒരു ന്യൂ ക്ലാസിക്കൽ പോയിട്രിയിൽ കോമൺ ആണ്. പക്ഷെ അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതൊന്നും ഫോളോ ചെയ്യാത്ത ഒരാളായിരുന്നു റോബർട്ട് ബേൺസ്. വേറൊരു അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഹി വാസ് വെരി പേട്രിയോട്ടിക്. ദേശസ്നേഹം വളരെയധികം ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ വളരെയധികം റിജിഡ് ആയിട്ട് റിലീജിയൻ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായപ്പം, അല്ലെങ്കിൽ റിലീജിയൻ കാരണം ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയപ്പം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ച ഒരാളാണ് റോബർട്ട് ബേൺസ്. Some of his famous works are To a Mouse, The Cotter's Saturday Night, The Holy Fair and Holy Willer's Prayer. But നമുക്ക് ബേണിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതും അദ്ദേഹത്തെ ഫേമസ് ആക്കിയ പോയം എന്ന് പറയുന്നത് ലവ് പോയംസ് ആണ്. അദ്ദേഹത്തിന്റെ ലവ് പോയംസിൽ റെപ്പിറ്റീഷൻ ആസ് എ പോയറ്റിക് ഡിവൈസ് ടു പ്രൊഡ്യൂസ് ആൻ ഇൻകാന്ററ്ററി എഫക്ട് ക്യാൻ ബി ഫൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ലവ് പോയിട്രി വായിക്കുന്ന സമയത്ത് നമുക്ക് സ്ഥിരം ഒരു റെപ്പിറ്റീഷൻ, ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ പാട്ടുകളൊക്കെ കേട്ടാൽ ഉണ്ടാവും അല്ലെ, ഫസ്റ്റ് ലൈൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു റിപ്പീറ്റേഷൻ അദ്ദേഹത്തിന്റെ പോയിട്രിയിൽ ഉണ്ടായിരുന്നു. കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹാപ്പി നേച്ചർ ആൻഡ് മെലങ്കോളിക് സ്പീക്കർ, സ്പെഷ്യലി ലവർ ലോസ്റ്റ് ആണെങ്കിൽ, അതായത് നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വീൽ സി വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു നേച്ചർ പറ്റിയിട്ട് പറയായിരിക്കും. പക്ഷെ പറയുന്ന ആള് ദ ലവർ ഹിംസെൽഫ് വിൽ ബി വെരി സാഡ്. അതുപോലെ തന്നെ ലവ് ഫോർ ദ പാസ്റ്റ്, ഞാൻ പറഞ്ഞ റൊമാൻറ്റിക് റൈറ്റേഴ്സിന്റെ ഒരു സ്ഥിരം കണ്ടിന്യൂ ചെയ്ത് വരുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ തീമാണ് ലവ് ഫോർ ദ പാസ്റ്റ് എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ ലവ് പോയിട്രിയിൽ കാണാൻ പറ്റും. പേട്രിയോട്ടിസം ഇസ് അനദർ റിക്കറിംഗ് തീം ഇൻ ദ സോങ്സ്. അപ്പൊ ലവ് പോയിംസിലാണെങ്കിലും ലവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് മാത്രമല്ല, ദേശത്തിനോടുള്ള സ്നേഹവും കാണിക്കുന്നുണ്ട്. He could write of love from his personal experience and from a woman's point of view. അപ്പൊ ഒരു ആണിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും അതേപോലെ തന്നെ ഒരു പെണ്ണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും എഴുതിയിരുന്നു ലവ് പോയംസ്. അപ്പൊ അത് എല്ലാവർക്കും പറ്റിയെന്ന് വരണം എന്നില്ല. കാരണം സ്വന്തം ഇമോഷൻസിന്റെ ബേസിസിലല്ല എഴുതുന്നത്. അദ്ദേഹം ഒരു പുരുഷനായിരുന്നു. ഹി ഐഡന്റിഫൈഡ് ആസ് എ മെയിൽ.
അതുകൊണ്ട് തന്നെ മെയിൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഈസിയർ ഫോർ ഹിം. ബട്ട് ഹി ഓൾസോ ബ്യൂട്ടിഫുള്ളി റോട്ട് ഫ്രം എ ഫീമെയിൽസ് പോയിന്റ് ഓഫ് വ്യൂ ടു. ഹിസ് ഫേമസ് ലവ് പോയിംസ് ആർ യുവർ ഫ്ലവറി ഗാർഡൻസ്, റെഡ് റെഡ് റോസ് ആൻഡ് ഓൾ ലോങ് സീ. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന റെഡ് റോസ് നമ്മൾ സിമിലി പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുന്നതും മൈ ലവ് ഇസ് എ റെഡ് റോസ് എന്ന് പറയുന്നതുമാണ് സിമിലി മെറ്റഫറിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്ഥിരം പഠിക്കുന്ന ഒരു ലൈൻ ഉണ്ട്. അത് ഇദ്ദേഹത്തിന്റെ പോയത്തിന് ഈ റെഡ് റോസ് എന്നുള്ള പോയത്തിന് എടുക്കുന്നതാണ്. നൗ ലെറ്റ് us മൂവ് ഓൺ ടു വില്യം ബ്ലേക്ക്. വില്യം ബ്ലേക്കിന്റെ പോയിട്രി ആണെങ്കിലും വില്യം ബ്ലേക്കിന്റെ പെയിന്റിംഗ് ആണെങ്കിലും എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത വർക്ക്സിലൊക്കെ ഒരു മോറൽ പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മനുഷ്യനെ എന്തെങ്കിലും പഠിപ്പിക്കാൻ, അവരെങ്ങനെയാണ് ശരിക്കും ബിഹേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് ബിഹേവിയർ എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മോറൽ കോൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ പോയിട്രിയിലോ പെയിന്റിങ്ങിലോ നമുക്ക് കാണാൻ പറ്റും. ബ്ലേക്സ് പോയിട്രി ആൻഡ് പെയിന്റിംഗ് ആർ ഡൈഡാക്റ്റിക്. അതായത് പഠിപ്പിക്കണം ആൻഡ് അതേസമയം വായിക്കുമ്പോൾ നമുക്ക് പ്ലഷർ കിട്ടണം എന്നുള്ള രണ്ട് അർത്ഥങ്ങളോടെയാണ്, രണ്ട് ഫംഗ്ഷൻ മനസ്സിൽ വെച്ചിട്ടാണ് ബ്ലേക്ക് എഴുതിയിരുന്നത്. അതായത് you have to teach something, at the same time it should be a pleasurable experience. He gave importance to intuition and imagination in an age of scientific skepticism. ആ കാലത്തിൽ സയൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതായിരുന്നു ആൻഡ് സയന്റിഫിക് സ്കെപ്റ്റിസിസം വളരെ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ആ സമയത്ത് ഇമാജിനേഷൻ, ഇൻറ്റ്യൂഷൻ പോലത്തുള്ള ഇമോഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളായിരുന്നു വില്യം ബ്ലേക്ക്. When we look at his important works, William Blake in the important work, Song of Innocence, Song of Experience, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വർക്കാണ്. അവർ പെയർ വർക്ക്സ് ആണ്. അതായത് സോങ് ഓഫ് ഇന്നസെൻസിലുള്ള കുറെ വർക്കിന്റെ ആ വർക്കിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസേഴ്സ് നമുക്ക് സോങ് ഓഫ് എക്സ്പീരിയൻസിലാണ് കിട്ടുന്നത്. ആൻഡ് ഇതിൽ കുറച്ച് പോയിംസ് നമ്മൾക്ക് പഠിക്കാനും ഉണ്ട്. Then there is a marriage of heaven and hell. These are some of his most famous works. Now we move on to the most important person, William Wordsworth. Now Wordsworth ആണ് ലിറിക്കൽ ബാലറ്റ്സ് എഴുതിയത്. He co-authored it with Samuel Taylor Coleridge. ഇതാണ് റൊമാൻറ്റിക് മൂവ്മെന്റ് ഇൻ ഇംഗ്ലണ്ട് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഷോർട്ട് പോയിംസിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത്. വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തായാലും പഠിക്കുന്നുണ്ട്. സോ ഇപ്പം ഇത്രയും മതി. ഹിസ് ഫേമസ് വർക്ക്സ് ആർ ടിൻടൺ ആബി, ഇമ്മോർട്ടാലിറ്റി ഓഡ്, Ode to the Imitations of Immortality, Resolution and Independence, Lucy Poems, Michael, Simple Living and High Thinking. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. വേർഡ്സ്വർത്ത് അദ്ദേഹത്തിന്റെ പോയിട്രീനെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിന്റെ തിയറി ഓഫ് പോയിട്രി, ലിറിക്കൽ ബാലറ്റ്സിന്റെ സെക്കൻഡ് എഡിഷന്റെ ആമുഖം അല്ലെങ്കിൽ പ്രിഫസിലാണ് ആ തിയറിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വേർഡ്സ്വർത്തിന്റെ തിയറിയിൽ പോയിട്രീനെ പറ്റി എന്തൊക്കെയാണ്, നേച്ചർ ഓഫ് പോയിട്രി പറയുന്നുണ്ട്, ക്രിയേഷൻ ഓഫ് പോയിട്രി എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്, പോയിട്രി എങ്ങനെയാണ് വേറൊരാൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ട്, ആൻഡ് ലാംഗ്വേജ് ഓഫ് പ്രോസ് ആൻഡ് ലാംഗ്വേജ് ഓഫ് പോയിട്രി, അതുപോലെ എസ്സേ പോലത്തെ എഴുതുന്ന ലാംഗ്വേജും പോയിട്രിയുടെ ലാംഗ്വേജും തമ്മിൽ എന്താണ് വ്യത്യാസം. ഈ 4 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് തിയറി ഓഫ് പോയിട്രിയിൽ വേർഡ്സ്വർത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. Now, what was his view on the theory of poetry? He believed that the incidents and situations for the poems should be inspired by common life. അതായത് സാധാരണക്കാരുടെ ലൈഫിൽ നിന്ന് ആയിരിക്കണം ഈ പോയത്തിനൊക്കെ ടോപ്പിക് കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ കിങ്സിന്റെ അടുത്ത് നിന്ന്, നോബിൾസിന്റെ അടുത്ത് നിന്ന്, ഗോഡ്സിന്റെ അടുത്ത് നിന്നൊക്കെ ഉള്ള ടോപ്പിക് ആണെങ്കിൽ സാധാരണക്കാർ വായിക്കുമ്പം അതിൽ നിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. The language used should be very simple. അപ്പോൾ കോമൺ ലൈഫിലുള്ള ഇൻസിഡൻസ് ആണെങ്കിൽ കോമൺ ആൾക്കാരുടെ ലാംഗ്വേജ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്ന് നിർബന്ധമായിരുന്നു. ആൻഡ് ദി എയിം ഓഫ് ദ പോയറ്റ് ഇൻ ഹിസ് വ്യൂ ഇസ് ടു കറക്റ്റ് മാൻസ് ഫീലിംഗ്സ് ആൻഡ് ടു റെൻഡർ ദീസ് ഫീലിംഗ്സ് മോർ കോൺസണന്റ് വിത്ത് ഇറ്റേണൽ നേച്ചർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മോറൽ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ശരിക്കും ആൾക്കാർ ജീവിക്കേണ്ടത് ആ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് പോയറ്റിന്റെ ശരിക്കുള്ള ഫംഗ്ഷൻ അല്ലെങ്കിൽ പോയട്രീന്റെ ശരിക്കുള്ള ഫംഗ്ഷൻ എന്നാണ് വില്യം വേർഡ്സ്വർത്ത് വിശ്വസിച്ചിരുന്നത്. Now, William Wordsworth defined poetry as the spontaneous overflow of powerful emotions or feelings recollected in tranquility. അതായത് ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും കാണുന്ന സമയത്ത് നമുക്കൊരു പവർഫുൾ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻ ഉണ്ടാവും. അതായത് പെട്ടെന്ന് നമുക്ക് കുറെ ഇമോഷണൽ ഫീലിങ്സും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വരും. അതൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് പിന്നീട് സമാധാനത്തോടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ട്രാങ്ക്വിലിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ റീകളക്ട് ചെയ്യുക, അന്ന് എന്താ ഫീൽ ചെയ്തത് എന്നുള്ള റീകളക്ട് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് പോയിട്രി എന്ന് പറയുന്നത് എന്നാണ് വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞത്. 1795 വില്യം വേർഡ്സ്വർത്ത് S.T. കോളറിഡ്ജിനെ മീറ്റ് ചെയ്യുന്നത്. And let us now look at Samuel Taylor Coleridge.
മോർ ദാൻ അതർ റൊമാൻറ്റിക് പോയറ്റ്സ്, അദ്ദേഹമാണ്, അതായത് കോൾറിഡ്ജ് ആണ് ഇമാജിനേഷൻ ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വിശ്വസിച്ചിരുന്ന ഒരാളാണ് കോൾറിഡ്ജ് എന്ന് പറയുന്നത്. ഹി ടോക്സ് അബൌട്ട് ഹിസ് തിയറീസ് ഓഫ് പോയിട്രി ഇൻ ബയോഗ്രഫിയ ലിറ്ററേറിയ. അപ്പൊ നമ്മൾ വേർഡ്സ്വർത്ത് സെക്കൻഡ് എഡിഷൻ ഓഫ് ലിറിക്കൽ ബാലൻസിൽ പ്രിഫേസിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. കോൾറിഡ്ജ് അതിനെ പറ്റി സംസാരിക്കുന്നത് ബയോഗ്രഫിയ ലിറ്ററേറിയ എന്നുള്ള വർക്കിലാണ്. കോൾറിഡ്ജ് പറഞ്ഞിരുന്നത് നമ്മളുടെ മനസ്സിൽ ഇമാജിനേഷനും ഫാക്കൽറ്റിയും ഉണ്ട്. ഫാക്കൽറ്റി എന്ന് പറയുന്നത് ആ ലോജിക്കൽ സൈഡാണ്. ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് സൈഡാണ്. അതിൽ രണ്ട് തരമുണ്ട്. പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാംനെസ് തരുന്ന, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒറിജിനൽ ആൻഡ് യൂസ്ഡ് അൺകോൺഷ്യസ്ലി ആണ്, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മളെ കാമാക്കുന്ന ഒരു പവറാണ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ഇമാജിനേഷൻ ആണ് ആക്ച്വലി പോയറ്റ്സ് ഉപയോഗിക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഇറ്റ്സ് ഹിഡൻ ആൻഡ് ഇറ്റ്സ് സെക്കൻഡറി. അതുകൊണ്ടാണ് ദർ ആർ ലെസ് പോയറ്റ്സ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ സെക്കൻഡറി ഇമാജിനേഷൻ ആണ് പോയറ്റ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് യൂഷ്വലി കോമൺ മാൻ പ്രൈമറി ഇമാജിനേഷൻ ആണ് കൂടുതലും ഉപയോഗിക്കുക. ഇതാണ് ബയോഗ്രഫി ലിറ്ററേറിയയിൽ പറയുന്ന ഇമാജിനേഷനെ പറ്റിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്ന കാര്യം. സം ഓഫ് ഹിസ് ഫേമസ് വർക്ക്സ് ആർ ദ ഏൻഷ്യന്റ് മാരിനർ, കുബ്ല ഖാൻ ആൻഡ് ക്രിസ്റ്റബൽ. Now let us talk about the second generation of romantic poets. Let us first talk about Lord Byron. ലോർഡ് ബൈറൺ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ്ഡ് സെവറൽ ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ പോയറ്റ്സ്. ഹി വാസ് എൻ ഇൻഫ്ലുവൻസ്, അതായത് ജർമ്മൻ പോയറ്റ്സിനെയും ഫ്രഞ്ച് പോയറ്റ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഹിസ് ഫേമസ് കോൺട്രിബ്യൂഷൻ ഇസ് ദ ബൈറോണിക് ഹീറോ. ഇന്ന് നമ്മൾ കാണുന്ന പല ഹീറോസും വളരെ മൂഡിയാണ്, വളരെ സീരിയസ് ആണ്, അധികം ആൾക്കാരോടൊന്നും സംസാരിക്കില്ല. നമ്മളിപ്പോൾ വെതറിംഗ് ഹൈറ്റ്സിൽ ഹീത്ത് ക്ലിഫ് ആണെങ്കിലും നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹീറോനെയാണ് അവിടെ കാണുന്നത്, അല്ലെ? എല്ലാവരോടും സംസാരിക്കുന്നില്ല, നായികനോട് മാത്രം സംസാരിക്കുന്നു, അങ്ങനത്തെ ഒരാളില്ല. അങ്ങനെ വളരെ മൂഡി ആയിട്ടുള്ള ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ലൊരു മനുഷ്യൻ, ആൻഡ് ഹി മൂവ്സ് ഓൺ ടു ബിക്കം ബെറ്റർ. അങ്ങനത്തെ ഒരു ഹീറോനെയാണ് നമ്മൾ ബൈറോണിക് ഹീറോ എന്ന് വിളിക്കുന്നത്. ഈ ബൈറോണിക് ഹീറോ എന്ന് പറയുന്നത് ലോർഡ് ബൈറന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഹി ഹാഡ് എ വെരി സിനിക്കൽ വ്യൂ ഓഫ് ഹിസ്റ്ററി. അതായത് ഹിസ്റ്ററിനോട് വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സിനിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു സെൽഫിഷ് എന്നുള്ളതാണ്, സെൽഫ് ഇൻട്രസ്റ്റ്. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഹി ഡിഡ്ന്റ് ട്രസ്റ്റ് ഹിസ്റ്ററി ദാറ്റ് മച്ച് എന്നുള്ളതാണ്. ഹി ഹാഡ് ഗ്രേറ്റ് അഡ്മിറേഷൻ ഫോർ അലക്സാണ്ടർ പോപ്പ്. നോ, അലക്സാണ്ടർ പോപ്പിനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമായിരുന്ന ഒരാളായിരുന്നില്ല, കാരണം ഹി ക്രിട്ടിസൈസ്ഡ് എ ലോട്ട്. ബട്ട് ലോർഡ് ബൈറൺ ആക്ച്വലി ലൈക്ഡ് അലക്സാണ്ടർ പോപ്പ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹി വാസ് ഓൾസോ എ പേഴ്സൺ ഫ്രം അരിസ്റ്റോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ വളരെ റിച്ച് ആയിട്ട് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് അധികം ഇഷ്ടമായി എന്ന് വരില്ല, കാരണം ആ കാലഘട്ടം അങ്ങനെ ആയതുകൊണ്ട്. ഹി ഓൾസോ റോട്ട് ഗുഡ് വേഴ്സ് സെറ്റയേഴ്സ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിഞ്ഞിരുന്നത് വേഴ്സ് സെറ്റയേഴ്സിലായിരുന്നു. അതായത് നമ്മളുടെ ഗവൺമെന്റിനെ കളിയാക്കി അല്ലെങ്കിൽ സൊസൈറ്റിനെ കളിയാക്കി കൊണ്ടെഴുതുന്ന ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന ഒരു സംഭവം. അതാണ് ലോർഡ് ബൈറൺ ഇമ്പോർട്ടന്റ് ആയിട്ടും എഴുതിയിരുന്നത്. സം ഓഫ് ഹിസ് വർക്ക്സ് ആർ ദ വിഷൻ ഓഫ് ജഡ്ജ്മെന്റ്, ബെപ്പോ, ഡോൺ ജുവാൻ, ഇംഗ്ലീഷ് ബാർഡ്സ് ആൻഡ് ദ സ്കോട്ടിഷ് റിവ്യൂവേഴ്സ്, ചൈൽഡ് ഹാലറ്റ്സ് പിൽഗ്രിമേജ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ്. ദ നെക്സ്റ്റ് പോയിറ്റ് ഇസ് പി ബി ഷെല്ലി. പി ബി ഷെല്ലി ഒരു ഐഡിയലിസ്റ്റ് ആയിരുന്നു. ഹി വാസ് എ പോയിറ്റ് ഓഫ് പ്രൊഫസി ആൻഡ് ഓഫ് വിഷൻ. അതായത് ഫ്യൂച്ചർ കാണുന്ന രീതിയിലുള്ള പോയം എഴുതുന്ന ഒരാളായിരുന്നു പി ബി ഷെല്ലി. പി ബി ഷെല്ലി വാസ് എൻ ഐഡിയലിസ്റ്റ്. പേഴ്സണൽ ഡെവലപ്മെന്റ്, പേഴ്സണൽ ഗ്രോത്ത്, ഇതിനൊക്കെ ഇൻഡിവിജ്വാലിറ്റി, ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരാളായിരുന്നു. Now, he was a poet of prophecy and of vision. അതായത് അദ്ദേഹത്തിന്റെ പോയംസ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നും. അപ്പൊ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചറിലും എങ്ങനെയായിരിക്കും നമ്മുടെ സൊസൈറ്റി, എങ്ങനെയായിരിക്കും നമ്മുടെ ലൈഫ്, എങ്ങനെയായിരിക്കും ഹ്യൂമൻ ബീങ്സ് എന്നുള്ളതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു പി ബി ഷെല്ലി പോയംസ് എഴുതിയിരുന്നത്. He believed in the inner beauty of nature rather than കാണുന്നതിനെക്കാട്ടും കൂടുതൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഡീപ്പ് മീനിങ്ങിനെ, അതിൽ സൗന്ദര്യം കണ്ടുപിടിച്ചിരുന്ന ഒരാളായിരുന്നു പി ബി ഷെല്ലി. He also believed that love can bring about change in the world. നമ്മൾ പറയല്ലേ, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ വിശ്വസിക്കും, സ്നേഹം കൊണ്ട് എല്ലാം ശരിയാക്കാം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളായിരുന്നു പി ബി ഷെല്ലി. His famous works are The Four Ages of Poetry, The Defense of Poetry, Edonius, Ode to the West Wing, Prometheus Unbound. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. Now let us talk about John Keats. ജോൺ കീറ്റ്സ് അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക്സ് ഒക്കെ 9 മാസങ്ങളിലുള്ളിൽ തന്നെ എഴുതി തീർത്താണ്. അദ്ദേഹത്തിന് വളരെ മുന്നേ തന്നെ, പെട്ടെന്ന് തന്നെ, ചെറിയ യങ് ഏജിൽ തന്നെ മരിച്ചുപോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ 9 months he created a lot. He was a person who was very much like troubled because of the society. അതായത് സൊസൈറ്റിയിലുള്ള സഫറിങ്സ്, സൊസൈറ്റിയിലുള്ള ഈവിൾ, അതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് വളരെ വിഷമിച്ചിരുന്ന ഒരാളാണ്.
ആൻഡ് ഹി ബിലീവ് ദാറ്റ് ഈ ഒരു സ്ട്രഗിളിന്റെ ഇടയ്ക്ക് പോയട്രി വായിക്കുമ്പോൾ നമുക്ക് കാം ആയിട്ട് തോന്നണം, നമുക്ക് സൂത്തിങ് ആയിട്ട് തോന്നണം, അല്ലെങ്കിൽ നമുക്ക് സമാധാനം തരുന്ന ഒരു കാര്യമായിരിക്കണം പോയട്രി എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ആൻഡ് ഹി ഓൾസോ ഡിഡൻ ആക്സെപ്റ്റ് ആ ഒരു ട്രഡീഷണൽ ഫിലോസഫി, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് റിലീജിയൻ, അതായത് ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യണം, ഈ ചർച്ചിൽ തന്നെ പോകണം, അല്ലെങ്കിൽ ഇവർക്ക് ടാക്സ് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്തിരുന്ന ഒരാളാണ്. ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം 54 പോയംസ് ആണ് പബ്ലിഷ് ചെയ്തത്. ആൻഡ് ആഫ്റ്റർ ഹിസ് ഡെത്ത് 96 വർക്ക്സ് were published. His famous works are Endymion, The Eve of Saint Agnes, Hyperion, Sleep and Poetry, On First Looking into Chapman's Homer. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. ഇപ്പൊ ഏകദേശം റൊമാൻറ്റിക് ഇറയെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇമ്പോർട്ടന്റ് റൈറ്റേഴ്സ് ആരൊക്കെയാണ്, എന്താണ് റൊമാൻറ്റിക് ഇറ, അതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആ റൈറ്റേഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, വർക്ക്സ് എന്തൊക്കെയാണ്, ഏകദേശം ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. സോ ഇന്ന് നമ്മൾ ഒന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലായി, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായി, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് മനസ്സിലായി. We looked at some early romantic poets. We looked at some very important poets like Robert Burns, William Blake, William Wordsworth, S.T. Coleridge, and we also looked at the second generation romantic poets. ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓവർവെൽമിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, ഇത്രയും കാര്യങ്ങളുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടാവും. ബട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു അറിവ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. നിങ്ങൾ SLM നോക്കിയാലും ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാവും. യു ക്യാൻ ഓൾവേസ് പിക്ക് ആൻഡ് ചൂസ്. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഏർലി റൊമാൻറ്റിക് ലിറ്ററേച്ചർ, നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഏർലി റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആ മാർക്കിന് എഴുതാനുള്ള ഇൻഫർമേഷൻ നിങ്ങളുടെ കയ്യിൽ ഈ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവും. ആൻഡ് ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. സോ നിങ്ങളൊരു പോയിന്റ് ഓഫ് വ്യൂ എക്സാമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ മോർ ദാൻ ഇനഫ്. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഐ വുഡ് ഓൾവേസ് വോണ്ട് യു ടു റീഡ് മോർ. റൊമാൻറ്റിക് ഇറയെ പറ്റി, റൊമാൻറ്റിക് റൈറ്റേഴ്സിനെ പറ്റി കൂടുതൽ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ you should always feel free to read it. So I'll see you in the next video. Now it's time for stories and writers and poems. ഇപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് ക്ലാസ്സസ് അടുത്ത് കാണാം. I'll see you next time.